തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ്. കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ നിർണായക ചർച്ച നാളെ കൊച്ചിയിൽ നടക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, നാളെ നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതിനു മുന്നും UDF ചർച്ച വിളിച്ചുവെങ്കിലും ചർച്ച നടക്കാതെ പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലീഗിന് അതിൽ അമർഷമുണ്ടായിരുന്നു. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും UDFന്റെ സീറ്റ് നിർണയം കീറാമുട്ടിയായി മാറുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യഘട്ടം മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു UDF ഉണ്ടായിരുന്നത്. പക്ഷേ ലീഗ് നേതാക്കൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞത് മൂന്നാം സീറ്റ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ് എന്ന് ലീഗ് വ്യക്തമാക്കിയിരുന്നു. അതിന് തുടർന്ന് UDF യോഗം ആദ്യഘട്ടത്തിൽ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നീട് വീണ്ടും ഇപ്പോൾ UDF യോഗം മാറ്റിവെച്ചിരിക്കുന്നു. നാളെ നടക്കുന്ന ലീഗ് സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കണം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ നേതാക്കൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ET മുഹമ്മദ് ബഷീർ, ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല, മൂന്നാം സീറ്റ് ലീഗിന് തന്നെ വേണം എന്ന കടുത്ത നിലപാടിലേക്ക് ലീഗ് ഇപ്പോൾ പോയിരിക്കുന്നു. അങ്ങനെ മൂന്നാം സീറ്റ് നൽകാൻ UDFും കോൺഗ്രസും തയ്യാറാകുന്നില്ലെങ്കിൽ തനിച്ച് മത്സരിക്കുക എന്നൊരു തീരുമാനം എടുക്കാൻ വേണമെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി പോകാം എന്ന ഒരു തീരുമാനം, ഒരു ധാരണ ഇപ്പോൾ ലീഗ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ 3 സീറ്റിലല്ല 4ഓളം സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാം, ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ അവർ തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമെന്ന് പറയുന്നത്. എന്തായാലും ഇത് UDFിൽ വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ലീഗ് കർക്കശമായ കണിശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും എന്നതാണ് കാണേണ്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് ഉന്നയിക്കുകയും പിന്നീട് കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിൽ നിന്ന് പിന്മാറുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പിന്മാറ്റം വേണ്ടതില്ല എന്നാണ് ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം കർശനമായ നിലപാട് ഈ UDFിനെ അറിയിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ UDFിൽ വലിയ പ്രതിസന്ധിയായി സീറ്റ് ധാരണയിലേക്ക് പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ നിൽക്കെ തന്നെ അതൊരു വലിയ പ്രതിസന്ധിയായി മാറും. കാരണം LDF ഒക്കെ ഈ സീറ്റ് വിഭജനം നേരത്തെ തന്നെ പൂർത്തിയാക്കുകയും സ്ഥാനാർത്ഥികളിൽ ധാരണയെത്തുകയും ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടന്ന ഒരു ഘട്ടത്തിൽ പോലും UDFന് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFന്റെ നില വളരെ പരിതാപകരമാകുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ നില മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ലീഗ് നേടിയ അംഗങ്ങളുടെ, പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമാണ് കോൺഗ്രസിനും UDFിനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അത്തരമൊരു സാഹചര്യത്തിൽ ലീഗിൻ്റെ പൂർണ്ണമായ പിന്തുണയില്ലാതെ, ലീഗിൻ്റെ വോട്ടില്ലാതെ കോൺഗ്രസിന് ചില മണ്ഡലങ്ങളിൽ തോൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ലീഗ് ഇപ്പോൾ കർശനമായ നിലപാടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിനോട് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതില്ല എന്ന കർശനമായ നിലപാട് ലീഗ് യോഗത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാം സീറ്റ് ലീഗിന് നൽകുന്നില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ, തനിച്ച് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയാൽ അത് 3 സീറ്റിൽ ഒതുക്കേണ്ടതില്ല, 3-4 സീറ്റുകളിൽ മത്സരിക്കാം. അങ്ങനെയാണെങ്കിൽ വയനാടിലും കണ്ണൂരിലും കൂടി നിലവിൽ മത്സരിക്കുന്ന പൊന്നാനിക്കും മലപ്പുറത്തിനും പുറമെ വയനാടിലും കണ്ണൂരിലും കൂടി മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് ലീഗ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ നടക്കുന്ന ലീഗ് യോഗം അതിനിർണായകമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. UDFിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലീഗ് അങ്ങനെ ഒരു കടുത്ത തനിച്ചു മത്സരിക്കാൻ ലീഗ് അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായി തന്നെ മാറില്ലേ? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലീഗിൻ്റെ കൂടി വോട്ട് വാങ്ങിയാണ് നിലവിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു വരുന്നത്. ലീഗ് സ്വതന്ത്രമായ ഒരു നിലയിലേക്ക് മത്സരത്തിനിറങ്ങിയാൽ അത് കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളിലെയും വിജയസാധ്യതയെ പൂർണ്ണമായും അടച്ചു കളയും എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അത്തരത്തിലുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനോട് ഏതു തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കടുത്ത
നിലപാട് മാറ്റേണ്ടതില്ല എന്ന ലീഗിൻ്റെ ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. അതിൽ ഔദ്യോഗികമായ തീരുമാനം നാളെ നടക്കുന്ന ലീഗ് യോഗത്തിലാണ് ഉണ്ടാവുകയെങ്കിലും നിലവിൽ നേതാക്കൾ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിൽ നേതാക്കൾ ഇ.ടി. മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ പരസ്യ പ്രതികരണവുമായി മുമ്പോട്ട് വന്ന സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാനാണ് ലീഗ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ കെ മുരളീധരനും കെ.സി. വേണുഗോപാലും ഉൾപ്പെടെ ഉള്ളവരെല്ലാം ലീഗിന് അധിക സീറ്റിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ അത്തരത്തിലുള്ള ഒരു പരസ്യ ശരി പ്രസ്താവന വിജയൻ,